എട്ടാമത്തെ ശ്ലോകം 8. തദനു അനന്തരം ജലദജാലൈഹി, ജലദം മേഘം, മേഘക്കൂട്ടം, ജാലം കൂട്ടം. ജലദജാലൈഹി ത്വദ്ബഭുഃ, ഭവൻ്റെ ശരീരം കാർമേഘം പോലെയുള്ളതാണ്. കാർമേഘത്തിന് തുല്യമായ, തുല്യഭാവി, കാർമേഘത്തിനെ പോലെ പ്രകാശമുള്ളതാണ്. വികസത അമലവിദ്യുൽ പീതവാസോ വിലാസൈഹി, ആ മഴക്കൂട്ടത്തിൻ്റെ മഴ പെയ്യുന്ന സമയത്ത് ആ തുടക്കത്തിൽ ആ ഇടിമിന്നലും മറ്റും വരുന്നു. നല്ല ശോഭയോടുകൂടി ആ മിന്നൽ വരുന്ന സമയത്ത് ഭഗവാന്റെ ആ വസ്ത്രമാണ്, മഞ്ഞ വസ്ത്രമാണ്, പട്ടുവസ്ത്രമാണ്, പീതാംബരമാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകുന്നു. അപ്പോൾ ഭഗവാന്റെ നിറം, ദേഹത്തിൻ്റെ നിറം പോലെയുള്ള മേഘങ്ങൾ, ആ മേഘങ്ങൾ മഴയായിട്ട് വരുന്ന സമയത്ത് ഇടിമിന്നൽ അതിൽ വരുന്നു. അത് ഭഗവാന്റെ വസ്ത്രം, പട്ടുവസ്ത്രം, പീതാംബരമായിട്ട് കണക്കാക്കുക. വികസതമല വിദ്യുത് പീതവാസോ വിലാസൈഹി സകല ഭുവനഭാജാം ഹർഷതാം വർഷവേലം, ഭൂമിയിലുള്ള എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, എല്ലാവർക്കും വെള്ളം വേണമല്ലോ. ഹർഷതാം വർഷവേലം, ഹർഷത്തെ പ്രദാനം ചെയ്യുന്ന ഹർഷത, ആ വർഷക്കാലം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണു? പശുക്കളെ ഒന്നും നനയ്ക്കണ്ട, വല്ല സൂക്കേട് വന്നാലോ എന്ന് പറഞ്ഞ് പശുക്കളും കുട്ടികളും കൂടി ഗുഹയുടെ ഉള്ളിലേക്ക് കിടക്കും. ക്ഷിതിധര ഗുഹരേഷു, ക്ഷിതിധരൻ പർവ്വതം, പർവ്വതങ്ങളുടെ ഗുഹയുടെ ഉള്ളിലേക്ക് അവിടെ പോയി സ്വൈരവാസി, സ്വൈരമായി അവിടെ വസിക്കുന്നു. പുല്ല് തിന്നാൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കണു, അതിനുള്ളിൽ പോയി മഴ കൊള്ളാതെ കണ്ട് സുഖമായിട്ട് അവിടെ താമസിക്കുന്നു. അങ്ങനെ വേനേഷി കഴിച്ചുകൂട്ടി, മഴക്കാലത്തിനെ കഴിച്ചുകൂട്ടി. വർഷവേല, മഴക്കാലം പശുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ്. എന്താണ്? നല്ല പുല്ല് വളരുന്നത് ആ കാലത്താണ്. ആ പുല്ലെല്ലാം ഇങ്ങനെ നന്നായിട്ട് വളർന്ന് ഇരിക്കും. പുൽമേട ആണ്, ഒന്നിച്ചിങ്ങനെ പച്ച വിരിപ്പ് വിരിച്ച പോലെ ഇരിക്കും. എന്ന് മാത്രമല്ല, ഏതെല്ലാം വഴിയിൽ കൂടെ ആൾക്കാർ നടന്നിരുന്നുവോ ആ വഴി കാണാതെ ആവും. എന്താ കാരണം? അവിടെയൊക്കെ പുല്ല് മുളക്കിയാണ്. എഴുത്തച്ഛൻ്റെ ഭാഗവത്തിൽ അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. മഴക്കാലം വരുന്ന സമയത്ത് ആ മാർഗങ്ങൾ സഞ്ചാരലോപാൽ തൃണം കൊണ്ടു. അപ്പോൾ പുല്ല് വരുമ്പോൾ ആൾക്കാർക്ക് അവിടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ പുല്ല് വന്ന് മൂടുകയാണ്. മാർഗം അറിവതിനുണ്ടായി സംശയം. ഏതൊരു മാർഗത്തിൽ കൂടി നമ്മൾ നടന്നിരുന്നുവോ, പാടത്തെ വരമ്പാണ്, നാട്ടിൻപുറത്ത് പോയവർക്കേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അതാണ്. ആ വരമ്പിലെല്ലാം പുല്ല് മുളച്ചു. അപ്പോൾ വഴിയുണ്ടോ എന്നറിയില്ല. അതാണ് മാർഗം അറിവതിനുണ്ടായി സംശയം. വിദ്യാനിരതശീലന്മാർക്ക് അത് നമ്മളുമായിട്ട് ഘടിപ്പിക്കുകയാണ്. പല ഭഗവാന്റെ വൈഭവത്തെക്കുറിച്ച് പഠിക്കുന്ന വിദ്യ, ആ വിദ്യ എത്രത്തോളം പഠിച്ചോ അതിനനുസരിച്ച് അവരുടെ ജ്ഞാനം വർദ്ധിക്കുന്നു. അതാണ് വിദ്യാനിരതശീലന്മാർക്ക്. എപ്പോഴും ഭാഗവതം പഠിച്ചു, നാരായണീയം പഠിച്ചു, രാമായണം പഠിച്ചു, ഉപനിഷത്തുകൾ പഠിച്ചു, അങ്ങനെ ഓരോ ശാസ്ത്രവും പഠിക്കുമ്പോൾ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ്.
വിദ്യാനിരതശീലന്മാർക്ക് അനാരതം. പക്ഷെ അവർ എങ്ങനെ വേണം? എപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ചത് മറക്കാൻ പാടില്ല. മറക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? പഠിപ്പിക്കുക. അതാണ്. പഠിപ്പിക്കാതിരുന്നാൽ മറന്നുപോകും. കോവിഡ് വന്നപ്പോൾ എല്ലാം മറന്നു. ഇപ്പം എനിക്ക് ചിലതും വാക്കുകളൊന്നും ആലോചിച്ചാൽ കിട്ടില്ല. എന്താ കാരണം? മറന്നു. 3-4 കൊല്ലമായിട്ട് ഒന്നും പറയുന്നില്ല. അത് പാടില്ല. വിദ്യാനിരതശീലന്മാർക്ക് അനാരതം. അഭ്യാസമില്ലായെങ്കിൽ വന്നുപോകും സംശയം. എഴുത്തച്ഛൻ പറയുന്നതാണ്. നിരന്തര അഭ്യാസം വേണം, അല്ലെങ്കിൽ സംശയം വരും. എപ്രകാരം നടന്നു പോകുന്നതായ വരമ്പിൽ പുല്ലുവന്ന് മൂടി നടക്കാതാവുമോ, അതുപോലെ നമ്മളും ഏതൊരു ശാസ്ത്രമാണോ പഠിച്ചിരുന്നത്, ആ ശാസ്ത്രത്തിനെ നിരന്തരം അഭ്യസിക്കാതിരുന്നാൽ അത് നമുക്ക് മറന്നുപോവും, സംശയമുണ്ടാവും. അതാണ്. അങ്ങനെ മഴക്കാലത്തിനെ വർണ്ണിച്ചു.